പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കറിയില്ല അത് ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് പറയാം. അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നുമല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ്, നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോൾ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ച്, അദ്ദേഹം ഇപ്പോഴും ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയില്ല, ഒന്നും സംസാരിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഒരാ മുന്നണിയിലല്ലേ. മുന്നണിയിൽ എന്തെങ്കിലും പുതിയ ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയില്ലേ? നിങ്ങളോടല്ലേ ആദ്യം പറയുള്ളൂ. എടാ